നമസ്കാരമുണ്ട്. ലോഞ്ച് റൈസ് ഇന്ത്യയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ലോഞ്ചിന്റെ ഓതറൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള സ്കാനിംഗ് ടൂൾ ചെയ്യുന്ന റൈസ് ഓട്ടോമോട്ടീവ് സൊല്യൂഷൻ്റെ വേറെ ഡിവിഷൻ ആയിട്ടുള്ള ഹോട്ടൽ ഇന്ത്യയൊക്കെ പുറത്ത് വേറെ ഡിവിഷൻ ആയിട്ടുള്ള റൈസ് ലോഞ്ച് റൈസ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. പാഡ് 7 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോഞ്ചിന്റെ ഏറ്റവും പ്രൈസ് കൂടിയിട്ടുള്ള ഏറ്റവും വലിയ ടൂൾ ആയിട്ടുള്ള ഈ ടൂളിന്റെ ഒരു റിവ്യൂ ആണ്. ജസ്റ്റ് ഒരു ഡെമോ റിവ്യൂ നമ്മൾ കാണിക്കുന്നില്ല. ജസ്റ്റ് ഒരു എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്, എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഒരു റിവ്യൂ മാത്രമേ കാണിക്കുന്നുള്ളൂ. കൂടാതെ കസ്റ്റമറിന് കൊടുത്തിട്ട് കസ്റ്റമറിന്റെ ഒരു കയ്യിൽ നിന്ന് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി അതിന്റെ ഡീറ്റെയിൽസ് അനുസരിച്ച് നമുക്ക് ഇതിന്റെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന്റെ താഴെ തന്നെ നമ്മൾ ഓരോ ഓൺലൈൻ വർക്കിന്റെ ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് വെറുതെ സ്കാൻ ചെയ്ത് കാണിച്ചതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മളപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ മാത്രം എന്താണിത് നിങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ ചാനൽ സ്ഥിരം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ, അപ്പോൾ നമ്മൾ ഓരോ ദിവസങ്ങളും നമ്മൾ അതിൻ്റെ ഓരോ പാഡ് 7ന്റെ ആൾട്രയുടെ IM608ന്റെ IM508ന്റെ HCC അങ്ങനെ എല്ലാ സ്കാനിങ് ടൂളുകളുടെയും റിവ്യൂസും ഫോട്ടോസും എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് ടെക്നിക്കൽ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങൾ റൈസ് ട്രെയിനിങ് അക്കാദമി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങുന്നുണ്ട്. ജസ്റ്റ് ഈ ഡെമോസ് ഒന്നും അല്ല ഉണ്ടാവുക, അത് 24 മണിക്കൂർ നേരം നിങ്ങൾക്ക് ഏത് സമയത്ത് ഡൗട്ട് വന്നാലും നോക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു 5 വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ആ ഗ്രൂപ്പിൽ ചെയ്യാൻ പോണത്. എന്താ വെച്ചാൽ, ഒന്ന് നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്, രണ്ടാമത് EV വെഹിക്കിൾസ്, മൂന്നാമത് നമ്മൾ ECU റിപ്പയറിങ്ങുമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ, കീ പ്രോഗ്രാമിങ്ങുമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ, മെക്കട്രോണിക്സ്, BA6, സ്കാനേഴ്സ്, സെൻസേഴ്സ്, അങ്ങനെയുള്ള ഒരു ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള നമ്മളൊരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങുന്നുണ്ട്. യൂട്യൂബ് ചാനൽ അല്ലാതെ ഒരു TV ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. റൈസ് ട്രെയിനിങ് TV എന്ന് പറഞ്ഞിട്ട് റൈസ് ട്രെയിനിങ് അക്കാദമിയുടെ ഒരു ചാനൽ TV പോലെ നിങ്ങൾക്ക് ഏത് സമയത്തും മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഈ 4 ലാംഗ്വേജിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മുടെ ഇതാണ് പാഡ് 7. ഈ പാഡ് 7 കാണോ, നല്ല രസമല്ല. ഇതിനെ പിടിച്ചുകൊണ്ട് പോകാനൊക്കെ നല്ല രസമായിരിക്കും. നമ്മൾ അതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാനും ഇത് വെക്കുമ്പോഴൊക്കെ ഒരു ലുക്ക് ഉണ്ടാവും. സാധാരണ നമ്മൾ മറ്റുള്ള ടൂളുകൾ പോലെ ഫുൾ ഇല്ലാതെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനം കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ അത് നോക്കാം, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട്, മറ്റുള്ള ടൂൾ തമ്മിൽ എന്താ വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം. നല്ല രസമുള്ള വലിയൊരു പെട്ടിയാക്കാം. നമുക്കിത് ഏറ്റിക്കൊണ്ട് നടക്കണമെങ്കിൽ എടുത്തു വെക്കണമെങ്കിലൊക്കെ ഒരു യൂണിയൻ കാർഡിന് സൗകര്യം വേണ്ടി വരും. അത്ര വലിയൊരു പെട്ടിയാണ്. ഇനിയിപ്പോ കേരള ലോഡിംഗ് അസോസിയേഷൻകാർ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് സ്കാൻ ചെയ്യാൻ പോകണമെങ്കിൽ 300 രൂപ അവർക്ക് വേണമെന്ന് ഉപയോഗിക്കുന്നത്. അത്രയും വലിപ്പമുണ്ടതിന്. ഓൾറെഡി അത് കാണിച്ചു തരാം. ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണുന്നത് നമ്മുടെ ഈ എപ്പോഴും ലോഞ്ചിന്റെ ടൂളിലുള്ള പ്രത്യേകത അറിയാലോ. ലോഞ്ച് നമ്മുടെ ATM കാർഡ് പോലെയാണ്. നമ്മൾ ATM കാർഡ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പിൻ നമ്പർ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഇതിൻ്റെ ആക്റ്റീവ് കോഡും യൂസർ നെയിമും ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചേക്കാണ് അവർ. ആ ലിസ്റ്റ് എന്തൊക്കെ ഉണ്ടെന്നുള്ള പാക്കേജിങ് ലിസ്റ്റും ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ സാധാരണ പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. കുറേ കണക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ കണക്ടറുകളുണ്ട്. എല്ലാ കണക്ടറുകളും ഇതാണ് നമുക്ക് സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഡിവൈസ്, നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഡിവൈസ്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി നിങ്ങൾ കണ്ടും എടുത്തത് കൊണ്ട് നമ്മുടെ സമയം ഒരുപാട് കളയുന്നില്ല. ഇതാണ് നമ്മുടെ വിക്രം 11 കൊല്ലത്തിന് ശേഷം വന്ന കമലഹാസൻ. നമുക്കത് തുറന്ന് ഏറ്റവും രസം എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഇത് കാണാനാണ് എനിക്ക് ഏറ്റവും രസം തോന്നുന്നത്. ഓക്കെ, ആ ലോഞ്ചിന്റെ ആ പാഡിന്റെ ഒരു ലെവൽ കണ്ടോ. ആ ലോഞ്ച് അങ്ങനെ എഴുതി ഇങ്ങനെ വരുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളൊരു ആനന്ദം തോന്നുന്നു ഇല്ലേ. ആ ലോഞ്ച് ഇങ്ങനെ എഴുതി കാണുമ്പോഴും പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഈ കസ്റ്റമറിന്റെ പേരിൽ നമ്മൾ ഇത് കൊടുക്കണതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളൊരു കമ്പനിയുടെ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ കസ്റ്റമറിന്റെ മുമ്പിൽ പോയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ജസ്റ്റ് നമുക്ക് ഇത് കാണിച്ചു തരാനേ പറ്റുള്ളൂ. എന്താ സംവിധാനം എന്ന് ജസ്റ്റ് കാണിച്ചു തരാനേ പറ്റുള്ളൂ. സിസ്റ്റം അപ്ഡേറ്റ്, തീം വ്യൂവർ, ക്വിക്ക് സപ്പോർട്ട്, അതുപോലെ തന്നെ ഒരുവിധം എല്ലാ സംവിധാനങ്ങളും ഇതിലുണ്ട്. ഒരു രസമായിട്ട് സ്ക്രീൻ ഷോട്ട് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. നല്ല രസം കാണാം. ഇതാണ് നമ്മുടെ നായകൻ. ഇതിൽ ഏറ്റവും രസം എന്താ വെച്ചാൽ കണ്ടുള്ളൂ. നിങ്ങളിത് ഈ സാധനം കണ്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ പിടിക്കാനും ഇങ്ങനെ പിടിച്ച് നടക്കാനും ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ നമ്മൾ ഈ സാധനം കൊണ്ടുപോയിട്ട് ഒരു വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആ മെക്കാനിക്കിനോ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറിനോ നമ്മുടെ വർക്ക്ഷോപ്പിലിരിക്കുന്ന കസ്റ്റമറിന് കാണുമ്പോൾ തന്നെ നമ്മളൊരു 300 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ തോന്നും, അയ്യോ
ഇത്രയും വലിയ സാധനം വെച്ച് നോക്കി 1000 റുപ്യ കൊടുക്കാന്ന് പറഞ്ഞു. അത്രയ്ക്കും ഒരു ക്വാളിറ്റി ഉള്ള അത്രയും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മുടെ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ കൂടെ കിട്ടുന്നത് ഈ ഒരു മൊഡ്യൂളാണ് നമുക്കുള്ളത്. നമ്മുടെ BCI നല്ല രസമായിട്ടോ കാണാൻ. ഏറ്റവും രസം എന്താ വെച്ചാൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ നമുക്ക് കാണും. ഈ ഒരു ടെക്നോളജി വേറൊരു കമ്പനികൾക്കും ഇല്ല. നമ്മളിതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി നമ്മുടെ OBD പോർട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് എങ്ങനെയുണ്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ കാണാൻ നമുക്ക് അറിയണ്ടേ. ഞാൻ രണ്ടും നിൽക്കുന്നു. ജസ്റ്റ് ഒന്ന് നമ്മുടെ വണ്ടിയിലൊന്ന് കണക്ട് ചെയ്ത് കൂടി ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഫുള്ള് ഡെമോയും ഏതൊക്കെ ഓൺലൈൻ കോഡിങ് മറ്റുള്ള ഡീറ്റെയിൽസ് മൊത്തം നമ്മളിതിൽ താഴത്ത് ഓരോരോ വീഡിയോയ്ക്ക് ഇടുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്ക് നമ്മുടെ വണ്ടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം എന്താണ് കിട്ടുന്നത് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു BCD ഇതാണ് നമ്മുടെ ഇത് കണ്ടോളൂ. ഇതിലൊന്നുമില്ല. അപ്പം നമുക്കിത് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്കിതിൽ വരുള്ളൂ. ഇതിൽ കാണാൻ നല്ല രസമാട്ടോ. നമ്മൾ ആ സ്മാർട്ട് ലിങ്ക് എന്ന് പറഞ്ഞ സംഭവം എഴുതി കാണിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സന്തോഷം തോന്നും. അപ്പം നോക്കിക്കോളൂ. ഇതാ ആ സ്മാർട്ട് ലിങ്ക് എന്ന് എഴുതി കാണിക്കുന്നത് കണ്ടോ, ഭയങ്കര രസമല്ലേ കാണാൻ. ഇതിങ്ങനെ സാധാരണ മറ്റുള്ള എല്ലാ കമ്പനികൾക്കും ഇതുപോലെയല്ല ഉണ്ടാവുക. അവരുടെ BCI വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ലോഞ്ചിൻ്റെ പാഡ് 7 മാത്രമാണ് അവർ ഒരു ഹൈ ലെവലിൽ, ഏറ്റവും ഹൈ ലെവലിലാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടോളൂ. അത് പെയർ അയക്കണു. വൈഫൈ, USB, BT, ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞ് പലതരത്തിലും നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് അങ്ങോട്ട് വൈഫൈ കൊടുക്കാം അല്ലേ. നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൻ്റെ നമ്പർ വന്നിട്ടുണ്ട്. നമ്മൾ ആ നമ്പർ ഇവിടെ പെയർ ചെയ്യണം. അതിന് പാസ്വേഡ് ഓൾറെഡി 1 2 3 4 5 6 ഇതെല്ലാം ചെയ്യാം കേട്ടോ. വെർഷൻ അപ്ഡേഷൻ, സ്ക്രീൻ അപ്ഡേഷൻ, എല്ലാ വർക്കുകളും ഇതിൽ തന്നെ ചെയ്യാം. ഫാംവെയർ റിപ്പയർ ചെയ്യാം, അതുപോലെ എല്ലാ സിസ്റ്റം അപ്ഡേഷൻ ഒക്കെ ഓൾറെഡി ഇത് വെർഷൻ എന്താ ചെയ്യണമെങ്കിൽ ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി വൈഫൈ കൊടുത്ത സമയത്ത് നമുക്ക് അവിടെ നിന്ന് പെയർ ആവുന്നുണ്ട്. സന്തോഷം. അല്ല നമുക്ക് ബ്ലൂടൂത്ത് കൊടുത്തു നോക്കാം. ബ്ലൂടൂത്ത് കൊടുത്തു നോക്കാം. നമ്മുടെ ലോഞ്ചിൻ്റെ ഒരു നമുക്ക് ഓൾറെഡി നമ്മൾ ബാക്കിയുള്ള വണ്ടിയൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഡെമോ നോക്കാം. ഓക്കെ, ഡെമോ ഇത്ര വണ്ടികളെ ഡെമോ ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് നടക്കില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ലോക്കൽ ഡയഗ്നോസിസ് EOBD. ഓക്കെ, വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ വന്നു. നമുക്കത് വണ്ടി കിട്ടി. നമ്മുടെ വണ്ടി ഏതാ മോഡൽ എന്നുള്ള പ്രോട്ടോക്കോളാണ് മിസ്മാച്ച് ചെയ്യുന്നത്. ഇതിൽ ആ പച്ച ലൈറ്റ് കത്തണം. ഈ പച്ച ലൈറ്റ് കത്തിയാലാണ് നമുക്ക് വൈഫൈ കമ്മ്യൂണിക്കേഷൻ റേഡിയോ ദി വെഹിക്കിൾ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ്.
ഓൾറെഡി നമുക്കിതൊന്ന് ജസ്റ്റ് നോക്കാൻ പറ്റി. പ്രശ്നം